ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉപ്പിലിട്ട അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉപ്പിലിട്ട അച്ചാർ തയ്യാറാക്കുന്നത് ഈ നെല്ലിക്ക വെച്ചിട്ടാണ്. ഇതുപോലുള്ള നെല്ലിക്ക തന്നെ വേണമെന്നില്ല, പകരം നമ്മുടെ ലൂബിക്ക ഉണ്ടല്ലോ അതിൽ തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൽ തയ്യാറാക്കാം. നമ്മുടെ ക്യാരറ്റോ കുക്കുംബറോ പൈനാപ്പിളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഉപ്പിലിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പിലിട്ട അച്ചാറാണ്. ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമ്മളിന്ന് വലിയ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. വലിയ നെല്ലിക്കയുടെ സീസൺ കൂടിയാണ് ഇപ്പോൾ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും വലിയ പീസായിട്ടുള്ള നെല്ലിക്ക തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇടുന്നില്ല. ഇത് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇട്ടാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അത് വേസ്റ്റായി പോകും. ഇത്രയും വലിയ പീസ് അവർ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പീസാക്കി ഇടുമ്പോൾ വേസ്റ്റ് ആകുകയില്ല. ആവശ്യത്തിന് മാത്രം എടുത്താലും മതിയാവും. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും തീരെ ചെറിയ പീസല്ല, ഈ ഒരു അളവിലുള്ള പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ നെല്ലിക്ക എൻ്റെ പേരിൽ ഈ ഒരു അളവിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ നെല്ലിക്ക മാത്രമല്ല, നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറയാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഉപ്പിലിട്ട അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. ഒരുപാട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഈ നെല്ലിക്ക ഇടുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിച്ചിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ആ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രമേ നമ്മൾ വെള്ളം വെക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് വെക്കുന്നത്. 2 കപ്പ് വെള്ളത്തിന് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പും അതിൽ നിന്നൊരല്പം കൂടി കൂടുതലായിട്ട് വിനീഗറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റീൽ പാത്രം എടുത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിനാഗിരി ചേർക്കുന്നതിൻ്റെ പേരിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് റിയാക്ട് ചെയ്യും. ആ പാത്രത്തിൽ ചെറിയ കേടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഈ വെള്ളം വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് തന്നെ വേണം, കുരുമുളക് പൊടി പറ്റില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിനോടൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. ഒരുപാട് ഇഞ്ചിയൊന്നും ചേർക്കരുത്, അതുപോലെ തന്നെ ചതച്ച് ചേർക്കാനും നിൽക്കരുത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരളവിൽ ഒരല്പം മാത്രം ഇഞ്ചി. ഇഞ്ചിക്ക് ഒപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 2 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം പച്ചമുളക് ചേർത്താൽ മതിയാവും. ഒരുപാട് പച്ചമുളക് ചേർക്കണ്ടെങ്കിൽ നല്ല എരിവായി പോകും. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ നമ്മൾ സാധാരണ എടുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് പച്ചമുളകും കൂടി. ഇനിയിപ്പോൾ എരിവൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഗ്രാമ്പുവും കൂടിയാണ്. ചെറിയ ഗ്രാമ്പൂവിൽ 2 ഗ്രാമ്പുവും കൂടി, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ഗ്രാമ്പും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം പഞ്ചസാരയും കൂടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ മസ്റ്റായിട്ടും വേണം. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൂബിക്ക അച്ചാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഉപ്പിലിട്ട അച്ചാറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടില്ലായിരുന്നു.
ആ ഉപ്പിലിട്ട അച്ചാർ വെച്ചിട്ട് വേറൊരു അച്ചാറാണ് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അന്നേ നിങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമ്മുടെ ഈ സ്പെഷ്യൽ ഉപ്പിലിട്ട ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു മധുരം കിട്ടും. നമ്മൾ ഈ ഉപ്പിലിട്ട അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് തന്നെ അറിയാൻ പറ്റും കുറച്ചുകൂടി പഞ്ചസാര കൂടുതൽ വേണോ, അതായത് കുറച്ച് കുറവായിട്ട് മതിയായിരുന്നോ എന്നൊക്കെ നമ്മൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് തന്നെ പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്കിനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. ഉപ്പിലിട്ട അച്ചാർ എന്ന് പറയുമ്പോഴേ സാധാരണ ഉപ്പ് കൂടുതലായിട്ട് തന്നെയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. അത് പിന്നീട് മതിയാവും, ഇപ്പോഴേ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഈ വെള്ളം എല്ലാം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ശരി, നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് കൂടി അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. പിന്നീട് നമ്മൾ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്കയും കൂടി ചേർക്കാം. നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കാനോ പിന്നെ വേറെ ഒന്നിനും നിൽക്കരുത്. ഇതിങ്ങനെ ഈ ചൂട് വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് നമ്മുടെ ഈ വെള്ളത്തിലെ എല്ലാ ഫ്ലേവറും നെല്ലിക്കയിൽ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് കിട്ടുന്നത്. എൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കായിട്ടുള്ള ഒന്നാണ് ഈ ഉപ്പിലിട്ട അച്ചാർ എന്ന് പറയുന്നത്. ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറൊക്കെ ഞാൻ മിക്കവാറും ഉപ്പിലിട്ട് വെക്കുന്നതാണ്. ഈ ചൂട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെല്ലിക്കയും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു രീതി തന്നെയാണ് എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഉപ്പിലിടുമ്പോൾ ചെയ്യേണ്ടത്. എപ്പോഴും ഇതുപോലെ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ സൂക്ഷിക്കേണ്ടത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഭരണിയിലോ ആണ്. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും സൂക്ഷിക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് കേടായി പോവും. ഒരു 2 ദിവസം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം കഴിക്കുമ്പോഴത്തേക്കും ഇതിലൊന്നും അത്രയും ഫ്ലേവർ ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഉപ്പും അതുപോലെ തന്നെ എരിവും ഈ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയിട്ടൊന്നും നമ്മൾ നെല്ലിക്ക എടുക്കരുത്. അതുപോലെ തന്നെ ഒരു സ്പൂണിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ സ്പൂണ് നല്ലതുപോലെ ഒരു ഉണങ്ങിയ സ്പൂൺ, ഡ്രൈ ആയിട്ടുള്ളൊരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ നെല്ലിക്കയൊക്കെ എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ പച്ച വെള്ളമൊക്കെ വീണിട്ട് പെട്ടെന്ന് പൂത്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.